ആമി എന്താ ചിരിക്കാത്തെ? ഇന്ന് നമ്മള് എങ്ങോട്ടാ പോണേന്ന് അറിയോ ഗൈസ്? എങ്ങോട്ടാ പോന്നേ? പറയൂ ഫാസ്റ്റ്. എവിടെ പോകുന്നത്? എന്തിനാ പോണത്? പഠിക്കാൻ. ആമി പറ. ഓക്കെ ഗൈസ്. ആദ്യം ഞാൻ അവൾക്കൊരു ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുരികയും പൊട്ടൊക്കെ വരയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഉടുപ്പ് എടുത്ത് വെച്ചപ്പോഴേ എൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തിനാണ് ഉടുപ്പ്, ഇന്ന് നല്ല ഡ്രസ്സ് ഇട്ട് കൊടുത്തൂടെ എന്നൊക്കെ. അങ്ങനെ പൊട്ടും കുറിയൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു തൃപ്തിക്കുറവ് തോന്നി. അങ്ങനെ ഞാൻ തന്നെ വിചാരിച്ച് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തതിന് ശേഷമാണ് ഡ്രസ്സ് മാറ്റിയത്. അപ്പോൾ ആ പൊട്ടൊന്ന് നൈസായിട്ടൊന്ന് മാഞ്ഞു. സോ ഞാൻ ആ പൊട്ടൊന്നും കൂടി വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആമിക്കുട്ടി വളരെ എക്സൈറ്റഡ് ആണ്, പഠിക്കാൻ പോവുക, അംഗനവാടി പോവുക എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ജൂൺ 3 പ്രവേശനോത്സവമാണെന്ന്. അപ്പം നമ്മൾ അടുത്തുള്ള അംഗനവാടിയിലല്ല അവളെ കൊണ്ടുപോകുന്നത്. കുറച്ച് മുന്നിലേക്കായിട്ട് റോഡ് സൈഡിലുള്ളൊരു അംഗനവാടി ഉണ്ട്. എനിക്ക് അവിടെയാണ് ചേർക്കാൻ താല്പര്യം. സോ ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അംഗനവാടി പോകുന്ന ഫൈനൽ ലുക്ക് ഇതാണ്. ആമി ഹാപ്പിയാണ്. അങ്ങനെ അമ്മയുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും തിരൂർ പോയിട്ട് ഒന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം 11 മണിയൊക്കെ ആവും ഇങ്ങോട്ടേക്ക്. പ്രവേശനോത്സവത്തിന് പിള്ളേരൊക്കെ എത്തിത്തുടങ്ങാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ അമ്മ ഏതായാലും ഉള്ളതല്ലേ എന്ന് വെച്ച് ഞങ്ങൾ അമ്മയും ഞാനും ആമിയും കൂടി ഹോട്ടൽ ഗണേഷിലേക്ക് പോയിട്ടോ. അവിടെ പോയിട്ട് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചു വെച്ചാൽ മസാല ദോശ, വട, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം. പിന്നെ ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല കോഫി കേട്ടോ. അവിടുത്തെ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമി ആയതിന് ശേഷം നമ്മൾ ചുരുക്കം സമയത്ത് ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. അതിന് മുന്നേ, അതായത് പ്രഗ്നൻസിയുടെ മുന്നേയൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്നൊരു സ്പോട്ടാണിത്. അതായത് ഞായറാഴ്ച അമ്പലങ്ങളിൽ പോകുമ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് മസാല ദോശ കഴിച്ചാൽ അമ്പലം പോക്കൊന്ന് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ ഇപ്പോൾ വളരെ കുറവാണ് ഇങ്ങോട്ട് വരവുള്ളത്. അങ്ങനെ ഇവിടുന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അംഗനവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. ആമി ആമി എങ്ങടാ പോണത്? എങ്ങട്? സ്കൂളിലേക്കോ? ഓഹോ. ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞല്ലോ. ഏതോ കണക്കിതൊന്നും ബാധകല്ലേ? പുതിയ കുട്ടിയാ. പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും എന്നും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിന്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എന്നും പ്രയത്നിക്കും. ഹാൻഡ്സ് ഡൗൺ. ഒറ്റക്കാലിൽ നിൽക്കുക, വട്ടത്തിൽ തിരിയുക, മേലോട്ടൊന്ന് ചാടുക. ഇപ്പൊ ഞാൻ തന്നെ ചെയ്യണം അല്ലേ? പുതിയ കുട്ടികളാന്ന് വെക്കുക. പിന്നെ പുതിയാപ്പിള ഞങ്ങൾ അംഗനവാടിന്റെ ഉണ്ടൊക്കെ എടുക്കുന്നത് ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ലേ? ഞാൻ അമ്മ ഇതിനെ കണ്ടറിയാം.
അഡ്രസ്, ഫോൺ നമ്പർ, അവരുടെ പേര്. പായസം കുടിക്കാനുണ്ട്. അമ്മി ഇന്ന് പോയിരുന്ന് പഠിച്ചോളൂ, പോയിരുന്ന് പഠിച്ചോളൂ. ആളവിടെ സെറ്റായിട്ട് നമ്മൾ പോവാട്ടോ. ഇപ്പോൾ സമയം 11:53 കേട്ടോ. ഞങ്ങൾ 11 മണിക്കാണ് അവളവിടെ കൊണ്ടുവന്ന് ആക്കി കൊടുത്തത്. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലാണ്, വന്ന് കൂട്ടിക്കൊണ്ടേക്കോ നട്ട്. അപ്പോൾ പോവുകയാണ്, കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകും. പഠിച്ചോ? എന്താ പഠിച്ചത്? എന്താ പഠിച്ച്? എന്താ പഠിച്ച്? ABCD പഠിച്ചാണ്. നാളൊക്കെ വരണേ, നീ കൊണ്ടുവരാണ്ടിരിക്കണ്ട. ഇവരൊക്കെ എന്തായിരുന്നു നമ്മളൊരു എല്ലാരും കറിയന്നെയാണല്ലോ. ഇപ്പൊ വരും, പോവൂലേ? അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, അച്ഛനെ കാണിച്ചെടുക്കാൻ. കേട്ടോ അമ്പിളി. ടീച്ചർ നാളെ പോവൂലേ? നാളെ പോട്ടെ ഗൈസ്, ഞങ്ങൾ നാളെ പോവേ. ഓ കരയോ? നല്ല കുട്ടിയായിട്ട് നാളെ പോട്ടെ. ഞങ്ങൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ദിവസമായത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? നാളെ പോണേ. ഓക്കെ, ബൈ പറ.